സ്നേഹപിതാവായ ദൈവമേ, ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. എൻ്റെ സമർപ്പണം അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ ബൈബിൾ പഠനങ്ങളിലൂടെ കടന്നു പോകുവാനും കത്തോലിക്ക സഭയെ നയിക്കുന്ന വൈദികരുടെ പ്രബോധനങ്ങൾ കേൾക്കുവാനും പഠിക്കുവാനും വായിക്കുവാനും തന്ന കൃപയെ ഓർത്ത് ദൈവമേ അങ്ങോട്ട് നന്ദി പറയുന്നു. കർത്താവേ, ഞാൻ കേട്ടതും ഞാൻ പഠിച്ചതും ഞാൻ വായിച്ചതും ധ്യാനപൂർവ്വം ഞാൻ വായിക്കുകയും ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായ സുവിശേഷത്തിലെ ആത്മീയ സത്യങ്ങൾ ദൈവജനത്തിനോട് ലളിതമായ ഭാഷയിൽ പറഞ്ഞു കൊടുക്കുവാൻ, അവർക്ക് സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ മനസ്സിലാക്കുവാൻ ഞാൻ നടത്തുന്ന പരിശ്രമങ്ങളെ ദൈവമേ അങ്ങ് ഏറ്റെടുക്കണമേ. കർത്താവെ, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്ന എല്ലാ സാങ്കേതിക വിദഗ്ധരെയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, എന്നെ വിവിധ തരങ്ങളിൽ സഹായിക്കുന്നവരെയും അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകളെല്ലാം പിതാവായ ദൈവത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ. ഇന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 4-ാമത്തെ അധ്യായം നമുക്ക് ധ്യാന വിഷയമാക്കാം. ഈ സുവിശേഷ ഭാഗം തുടങ്ങുന്നത് യേശുവും സമരിയാക്കാരിയും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സുവിശേഷ ഭാഗം കേൾക്കുന്ന സമയത്ത് സമരിയാക്കാരി ആരാണെന്ന്, അവരുടെ സാംസ്കാരിക പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാക്കിയാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക. ഇസ്രായേലിനെ യേശുവിൻ്റെ കാലത്ത് യൂദയ, ഗലീലിയ, സമാരിയ എന്ന് പറഞ്ഞ് 3 പ്രവിശ്യകളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു. കേരളത്തിൽ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു വിഭജനം തന്നെയാണ് അവിടെയും സംഭവിച്ചിരുന്നത്. യൂദാ പ്രദേശത്ത് യൂദാ ഗോത്രത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട ആളുകളാണ് താമസിച്ചിരുന്നത്. ഗലീലി പ്രദേശത്ത് മറ്റ് 10 ഗോത്രങ്ങളിൽപ്പെട്ട ആളുകൾ താമസിച്ചിരുന്നു. ബാബിലോൺ പ്രവാസത്തിന് ശേഷം ഈ 10 ഗോത്രങ്ങളിൽപ്പെട്ട പല ആളുകളും അവിടെ തിരികെ എത്തിയില്ല. അതുകൊണ്ട് തന്നെ ഈ 2 നിലനിന്ന ഗോത്രങ്ങളിൽപ്പെട്ട ആളുകളും അവരുമായി ബന്ധപ്പെട്ട ആളുകളാണ് യൂദാ ഗലീലി പ്രദേശത്ത് താമസിക്കുന്നത്. അതേസമയം സമരിയ പ്രദേശത്ത് യഹൂദരായിട്ടുള്ള ആളുകൾ വിജാതീയരായിട്ടുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കുകയോ, വിജാതീയരായിട്ടുള്ള സ്ത്രീകൾ യഹൂദ പുരുഷന്മാരെ വിവാഹം കഴിക്കുകയോ, അല്ലെങ്കിൽ വിജാതീയരായിട്ടുള്ള യഹൂദ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന, യഹോവയോട് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആളുകളൊക്കെയാണ് സമരിയ പ്രദേശത്ത് താമസിച്ചിരുന്നത്. മോശയുടെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ മാത്രമാണ് ആധ്യാത്മിക വായനയ്ക്കായിട്ട് സമരിയാക്കാർ ഉപയോഗിച്ചിരുന്നത്. ഇസ്രായേൽക്കാർ ജെറുസലേം ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഗെരസീം മലമുകളിലാണ് സമരിയാക്കാർ പോയി പ്രാർത്ഥിച്ചത്. നിയമാവർത്തന പുസ്തകത്തിലെ 28-ാമത്തെ അധ്യായത്തിൽ പറയുന്ന അനുഗ്രഹങ്ങളും ശാപങ്ങളും 2 മലമുകളിൽ പോൽ വെച്ചു എന്ന് പറയുന്നതിൽ ഒരു മല ഈ ഗെരസീം മലയാണ്. അപ്പോൾ അതുകൊണ്ട് ആ മലമുകളിൽ പോയി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിജാതീയരാണ്, നികൃഷ്ടരാണ്, ദൈവജനം ദൈവത്തിൽ നിന്ന് വിട്ടുപോയ ആളുകളാണ്. അതുകൊണ്ട് അവരെ മണ്ണ് ശപിക്കപ്പെട്ടതാണ്. അവർ താമസിക്കുന്ന സ്ഥലത്തിലൂടെ നടന്നു പോകുവാൻ, കാൽപാദം മണ്ണിൽ ചവിട്ടാതിരിക്കാൻ പോലും ഒരു യഹൂദന്മാരായിട്ടുള്ള ആളുകൾ പരിശ്രമിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മളിതിനെ മനസ്സിലാക്കുവാനായിട്ട്. അപ്പോൾ സമരിയാക്കാരി എന്ന് പറയുന്ന സമയത്ത് യഹൂദർ അല്ലാത്ത വിജാതിയരായിട്ടുള്ള, അതേസമയം ചില കാര്യങ്ങളിൽ യഹൂദരെ അനുകരിക്കുന്ന, യഹൂദരെ പോലെ പ്രാർത്ഥിക്കുന്ന ആളുകളാണ്, യഹൂദരിൽ നിന്ന് അകലം പാലിക്കുന്ന ആളുകളാണ് സമരിയാക്കാർ. യോഹന്നാനേക്കാൾ അധികം താൻ ശിഷ്യപ്രതിയും സ്ഥാനപ്രതിയും ചെയ്തെന്ന് ഫരിസേയർ കേട്ടതായി കർത്താവ് പറഞ്ഞു. അവൻ യൂദാ വിട്ട് ഗലീലിലേക്ക് പോയി. അപ്പോൾ യൂദാ പ്രദേശത്ത് നിന്ന്, ഇസ്രായേലിൻ്റെ തെക്കൻ പ്രദേശത്ത് നിന്ന്, സദേൺ കിങ്ഡം എന്ന് വിളിക്കപ്പെടുന്ന തെക്കൻ പ്രദേശത്ത് നിന്ന് ഗലീലിലേക്ക് പോകുന്നു. ആ പോകുന്ന വഴിക്ക് അവൻ സമരിയയിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ സമരിയ പ്രദേശത്തൂടെ പോകുന്നു. സമരിയ പ്രദേശത്തിൻ്റെ തലസ്ഥാനമാണ് ജെറീക്കോ പട്ടണം. അതിലൂടെ കടന്നു പോകണം. സമരിയയിലെ സിക്കാർ എന്ന പട്ടണത്തിൽ അവൻ എത്തി. ഇപ്പോൾ സമരിയ എന്ന പ്രവിശ്യയിൽ നിരവധി ചെറുതും വലുതുമായിട്ടുള്ള ഗ്രാമങ്ങളും പട്ടണങ്ങളുമുണ്ട്. അതിൽ സിക്കാർ എന്ന പട്ടണത്തിലെത്തി. യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം. യാക്കോബ് തൻ്റെ 12 മക്കൾക്കുമായിട്ട് സ്ഥലങ്ങൾ വിഭജിച്ച് കൊടുത്ത സമയത്ത് സിക്കാർ പട്ടണം
11ാമത്തെ മകനായ ജോസഫിനാണ് കൊടുത്തത്. യാക്കോബിൻ്റെ കിണർ അവിടെയാണ്. അപ്പോൾ അന്ന് കാലത്ത് ശുദ്ധജല ക്ഷാമമുള്ള സ്ഥലമാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ കിണറും വെള്ളം എന്ന് പറഞ്ഞാൽ അവരുടെ ആധ്യാത്മിക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പോൾ ഈ യാക്കോബ് ജോസഫിന് കൊടുത്ത കിണർ ഇപ്പോൾ സമരിയ പ്രവിശ്യയിലാണ്. അതുകൊണ്ട് ആ കിണറിൻ്റെ അടുത്ത് ക്ഷീണം തീർക്കാൻ യേശു ഇരിക്കുകയാണ്. നമ്മൾ ബൈബിൾ വായിക്കുന്ന സമയത്ത് കിണറിന് വലിയ പ്രാധാന്യമുണ്ട്. മോശ തൻ്റെ ഭാര്യയെ കണ്ടെത്തുന്നത് കിണറ്റിൻകരയിലാണ്. ആടിന് വെള്ളം കൊടുക്കാൻ പോകുന്ന പെൺകുട്ടികൾ വെള്ളം കോരുന്ന അടുത്ത് ചെന്ന് വെള്ളം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് തൻ്റെ ഭാര്യയായ സിപ്പോറയെ കണ്ടുമുട്ടുന്നത്. അബ്രാഹാം തൻ്റെ ജീവനക്കാരനായ എലിയാസറിനെ പറഞ്ഞയക്കുന്നു. ഇസഹാക്കിന് വിവാഹാലോചനയുമായിട്ട് കടന്നു ചെല്ലുന്നു. ആ വിവാഹാലോചനയായിട്ട് കടന്നു ചെല്ലുന്ന സമയത്ത് കിണറ്റിൻകരയിൽ വെച്ചിട്ടാണ് ഒട്ടകത്തിന് കൊടുക്കാനും ഈ എലിയാസറിന് കുടിക്കാൻ വെള്ളം ചോദിക്കുന്ന സമയത്ത് റബേക്കയാണ് വെള്ളം കൊടുക്കുന്നത്. അപരിചിതനായിട്ടുള്ള ഒരാൾക്ക് വെള്ളം കൊടുക്കും എന്ന് പറയുമ്പോൾ സാധാരണ സ്ത്രീകൾ ചെയ്യാത്തൊരു കാര്യമാണ്. പിന്നീട് റബേക്കയെ ഇസഹാക്കിനെ ഭാര്യയായി കണ്ടെത്തുന്നു. യാക്കോബും കടന്നു ചെല്ലുന്ന സമയത്ത് റേച്ചലിനെ കണ്ടുമുട്ടുന്നതും കിണറ്റിൻകരയിൽ വെച്ചാണ്. അപ്പോൾ കിണറ്റിൻകര പലപ്പോഴും ഇസ്രായേലിലെ ആധ്യാത്മികതയുടെ അല്ലെങ്കിൽ കുടുംബം തലമുറകളുടെ ഭാഗമായിട്ട് കിണറിനും ഒരു സ്ഥാനമുണ്ട്. യാക്കോബിൻ്റെ കിണറ്റിൽ കരയിൽ വെച്ച് ജോസഫിന് കൊടുത്ത സിക്കാറിലുള്ള പട്ടണത്തിലെ കിണറ്റിൻകരയിൽ വെച്ചാണ് യേശു ദാഹാർത്തയുടെ അവിടെ ചെന്ന് ഏകദേശം 6 മണിക്കൂറായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കൽ ടൈം അനുസരിച്ച് 12 മണി, ഇന്ത്യൻ സമയം അനുസരിച്ച് ഉച്ചയ്ക്ക് 12 മണി. ആ സമയം സമരയക്കാരി വെള്ളം കോരാൻ വന്നു. സാധാരണഗതിയിൽ ആളുകൾ രാവിലെയും വൈകുന്നേരമൊക്കെയാണ് വെള്ളം കോരാനായിട്ട് വരുന്നത്. നട്ടുച്ച സമയത്ത് വെള്ളം കോരാനായിട്ട് ആരും വരികയില്ല. പക്ഷേ ഈ പെൺകുട്ടി വെള്ളം കോരാൻ ഉച്ച സമയത്താണ് കടന്നു വരുന്നത്. യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. ആ കുടിക്കാനായിട്ട് വെള്ളം ചോദിക്കുന്ന സമയത്ത് അവൾ കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. ആ മറുപടി ഇങ്ങനെയാണ്. യഹൂദരും 9ാമത്തെ വാക്യം, യഹൂദരും സമരിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരൊരിക്കലും സമരിയാക്കാരുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കില്ല. അതിൻ്റെ കാരണം ഈ മുൻ പറഞ്ഞ പോലെ യഹൂദ സമുദായത്തിൽ നിന്ന് ബഹിഷ്കൃതമായ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം ദൈവ വിളിക്ക് വിരുദ്ധമായി സ്വന്തം സമുദായത്തിലും ഗോത്രത്തിലും കുലത്തിൽ നിന്നും അല്ലാതെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് കടന്നുപോയ ഒരു ദുഷിച്ച തലമുറയുടെ വക്താവാണ് സമരിയാക്കാരി. അപ്പോൾ അതുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് പറയുന്നു, യഹൂദരും സമരിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങലില്ലല്ലോ, അല്ലെങ്കിൽ സമരിയാക്കാരുടെ കയ്യിൽ നിന്ന് യഹൂദർ വെള്ളം വാങ്ങി കുടിക്കാറില്ലല്ലോ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും പണ്ട് കാലത്ത് അയിത്തം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ, ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ അവർ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ മാറി നിൽക്കുക ഒക്കെ ചെയ്യുന്നത് നമുക്ക് പറയുമ്പോൾ ഇപ്പോൾ ചിന്തിക്കാൻ പ്രയാസമായിരിക്കും. ഒരു 30 വർഷം മുമ്പ് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ, ഞാൻ സ്ഥലത്തിൻ്റെ പേര് പറയുന്നത് ആ നാട്ടുകാർക്ക് നാണക്കേടുണ്ടാവും, എൻ്റെ ഫാക്ടറി അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ആ ഫാക്ടറിയുടെ തൊട്ടടുത്തുള്ള ഒരു താഴ്ന്ന ജാതി എന്ന് വിളിക്കപ്പെടുന്ന, ദൈവത്തിന് മുമ്പിൽ എല്ലാവരും തുല്യമാണ്, എന്നാലും നമ്മൾ പട്ടികജാതി, പട്ടികവർഗം, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, OBC, OEC എന്നൊക്കെ കൊണ്ട് പട്ടിക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും സർക്കാരിൻ്റെ കണക്കിൽ ഏറ്റവും താഴ്ന്ന ജാതിയിൽ സംവരണം ലഭിക്കുന്ന ജാതിയിൽപ്പെട്ട ഒരു കുടുംബം ഫാക്ടറിയുടെ തൊട്ടടുത്തുള്ള വീടാണ്. അവിടെ ഒരാൾ മരിച്ചു. ആ മരിച്ചതിന് ശേഷം അവർ മരിച്ച് ആ 16ാമത്തെ ദിവസം ചെറിയൊരു ഭക്ഷണം വിളമ്പി. ആ ഭക്ഷണം വിളമ്പി കഴിഞ്ഞപ്പോൾ എന്നെ വന്ന് വിളിച്ചു. ഞാൻ നമുക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അത്ര ബോധമില്ലാത്ത കാലമായിരുന്നു, 30 വർഷം മുമ്പാണ്. ഞാനും ഭാര്യ അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ അതിൻ്റെ അടുത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ് ഈ ഫാക്ടറിയുടെ അടുത്തുള്ള അയലക്കാരായിട്ടുള്ള ആളുകൾ. അന്നത്തെ ദിവസം ഈ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ വലിയൊരു ചർച്ചാ വിഷയമായി. മുതലാളി ഇവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. അതാണ് അന്നത്തെ അവിടുത്തെ നാട്ടിലെ കരക്കമ്പി. അപ്പോൾ എനിക്കിതിൻ്റെ പൊരുൾ മനസ്സിലായി. പിന്നെ പറഞ്ഞത് അവിടെയുള്ള ആളുകളൊന്നും ഹരിജനങ്ങളുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കില്ല. കേരളത്തിലെ പറയുന്നത് 30 വർഷം മുമ്പുണ്ടായ സംഭവമാണ്. ഇപ്പോൾ ആ നാട്ട് പുരോഗമിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെയൊക്കെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ ഏകദേശം 2000 വർഷം മുൻപ് എത്രമാത്രം ആഴ്ന്ന ജാതി സമവാക്യങ്ങൾ ഉണ്ടാകുമെന്ന് ചിന്തിക്കാം. യഹൂദരും സമരിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ. യേശുവോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെട്ട് ആരെന്നറിഞ്ഞെങ്കിൽ നീ അവനോട് ചോദിക്കുക, അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യും. അപ്പം നിന്നോട് ചോദിച്ചവൻ ആരാണെന്ന് നീ അറിഞ്ഞെങ്കിൽ അവൻ നിനക്ക് ജീവജലം തരും. ഇപ്പോൾ യേശു കിണറ്റിലെ വെള്ളമാണ് ചോദിക്കുന്നത്. വെള്ളം കൊടുക്കാൻ ഇവൾ സംശയിക്കുന്ന സമയത്ത് പറഞ്ഞു, ഞാൻ നിന്നോട് ചോദിച്ചാൽ ആരാണെന്ന് അറിയാമെങ്കിൽ നീ ചോദിക്കുകയാണെങ്കിൽ ജീവജലം തരും.
അപ്പോൾ ഇവൾ കിണറ്റിലെ വെള്ളത്തെ കാര്യം പറയുന്ന സമയത്ത് യേശു ജീവജലത്തെക്കുറിച്ചാണ്, നിത്യജീവനിലേക്ക് നയിക്കുന്ന ജീവജലത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. പ്രഭു, വെള്ളം കോരാൻ എനിക്ക് പാത്രമില്ല, കിണറോ ആഴമുള്ളത്, പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? അപ്പോൾ ഇവളുടെ കയ്യിൽ വെള്ളം കോരാനുള്ള പാത്രവും കുടവും സംവിധാനവും സന്നാഹങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ യേശു വെറുതെ കൈ വീശി നിൽക്കുകയാണ്. അതുകൊണ്ട് അവൾ ന്യായമായൊരു ചോദ്യം ചോദിക്കുകയാണ്. മറിയം ഗബ്രിയേൽ ദേവദൂതനോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ച പോലെ അവൾ ചോദിക്കും, നിൻ്റെ കയ്യിൽ കിണർ വളരെ ആഴമുള്ളത്, വെള്ളം കോരാനുള്ള പാത്രമില്ല, പിന്നെ എങ്ങനെ നീ ജീവജലം തരും? എന്നിട്ട് ചോദിക്കുകയാണ്, ഈ കിണർ തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇടയിൽ ചില വ്യാഖ്യാനങ്ങളൊക്കെ കേൾക്കാറുണ്ട്. ഈ സമരിയാക്കാരി സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ധാർമ്മികതയും മതബോധമില്ലാത്ത സ്ത്രീയാന്നൊക്കെ പലരും പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടെ ഇവള് ചരിത്രം പറയാണ്. എന്താണ് ചരിത്രം? ഈ കിണർ തന്ന പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ എന്ന് പറഞ്ഞാൽ, യാക്കോബ് തൊട്ടും ഇങ്ങോട്ടുള്ള ചരിത്രം മുഴുവൻ ആത്മീയ പശ്ചാത്തലം അറിയുന്ന പെൺകുട്ടിയാണ്. അവനും അവൻ്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് യാക്കോബ് തൊട്ടുള്ള ചരിത്രം പറയുന്നു, യാക്കോബിൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഇത് പറഞ്ഞ വഴിക്ക് യേശു കൊടുക്കുന്നൊരു മറുപടിയാണ്, ഈ വെള്ളം കുടിക്കുന്ന ഏവനും ദാഹിക്കും. നമ്മൾ സാധാരണ കിണറ്റിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ദാഹം ഉണ്ടാവും. ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നതിന് ഒരിക്കലും ദാഹിക്കുകയില്ല. എന്നിട്ട് അപ്പോൾ യേശു തിരിച്ചു പറഞ്ഞു, ആദ്യം തന്നെ പറയുന്നത്, എന്നോട് ചോദിച്ച ജീവജലം തരുന്നു പറയുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ തരുന്ന ജലം കുടിച്ചാൽ നിനക്ക് ദാഹിക്കുകയില്ല, ഞാൻ നൽകുന്ന ജലം അവൻ്റെ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. യേശു പറഞ്ഞു, ഞാൻ തരുന്ന ജീവൻ്റെ ജലം നീ കുടിക്കുകയാണെങ്കിൽ അത് നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അത് യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് ജീവജലമെന്ന് പ്രതീകം ഉപയോഗിച്ചുകൊണ്ട് സമരിയക്കാരോട് സംസാരിക്കുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ആ ജലം എനിക്ക് തരിക, മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ, വെള്ളം കോരാൻ ഞാനിവിടെ വരികയും വേണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവൾ പറയുന്നു, ആ ജലം എനിക്ക് തരിക, മേലിൽ എനിക്ക് ദാഹിക്കില്ല, വെള്ളം കോരാൻ ഇവിടെ വരും വേണം. അപ്പോൾ സമരിയാക്കാരി സ്ത്രീ എപ്പോഴും ഭൗതികമായ കിണറ്റിലെ വെള്ളത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതുവരെ ചിന്തിക്കുന്നത്. അവൻ പറഞ്ഞു, നീ ചെന്ന് നിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. ഇത്രയായപ്പോൾ പറഞ്ഞു, ഈ ജീവജലം നിനക്ക് തരാം, പക്ഷേ നീ ഒരു കാര്യമുണ്ട്, നീ ഭർത്താവിനെ വിളിച്ചുകൊണ്ടിരണം. അവൾ മറുപടി പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ സമയത്ത് അവൾ പറയുന്നു, എനിക്ക് ഭർത്താവില്ല. ഭർത്താവില്ല എന്ന് പറഞ്ഞ സമയത്ത് യേശു തൻ്റെ പ്രവചന സന്ദേശം പറയുന്നു, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടോ, ഇപ്പോഴുള്ളവൻ നിൻ്റെ ഭർത്താവല്ല, നീ പറഞ്ഞത് സത്യമാണ്. അപ്പോൾ വളരെ നമ്മുടെ കൗൺസിലിംഗ് ശുശ്രൂഷയിലൊക്കെ നടക്കുന്ന പോലെ ഒരു വ്യാഖ്യാനമാണ് സംഭവിക്കുന്നത്. ഈ പെൺകുട്ടി പറയുന്നത്, എനിക്ക് ഭർത്താവില്ല എന്ന് പറയുന്ന സമയത്ത് യേശു അവളോട് മറുപടി പറയുന്നു, നീ പറഞ്ഞത് ശരിയാണ്, പക്ഷെ നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു. 5 ഭർത്താക്കന്മാരും മരണപ്പെടുകയോ അല്ലെങ്കിൽ വേർപെട്ട് പോവുകയോ ചെയ്തിരിക്കാം, പക്ഷേ ഇപ്പോഴുള്ളവൻ നിൻ്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഹൂദരുടെ പഴയ നിയമമനുസരിച്ച് ഒരു സ്ത്രീക്ക് 5 പേരെ വരെ വിവാഹം കഴിക്കാം. ആ 5 പേര് മരണപ്പെടുകയോ പത്രം കൊടുത്ത് പോവുകയോ ചെയ്താൽ 5, പക്ഷെ 5 തവണ കഴിഞ്ഞാൽ പിന്നെ വിവാഹം കഴിക്കരുത്. 5 വിവാഹം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് വിവാഹം കഴിക്കരുത്. അതുകൊണ്ട് തന്നെ സമരിയാക്കാർക്കും ഈ നിയമം ഇഫക്റ്റീവാണ്. ആ ഇഫക്റ്റീവായതുകൊണ്ട് യേശു പറയുന്നു, ഈ 5 പേരിലും നിന്നില്ല, 5 പേരും മരണപ്പെടുകയോ നിന്നെ ഉപേക്ഷപത്രം നിന്ന് പോവുകയോ ചെയ്തിരിക്കാം, ഇപ്പോൾ നീ ഒരാളുടെ കൂടെയാണ് താമസിക്കുന്നത്, അവൻ എൻ്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് കാലത്ത് നമ്മൾ ലിവിങ് ടുഗെദർ എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടി, അന്നേ സമരിയാക്കാരി സ്ത്രീയാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഇത് പറഞ്ഞ വഴിക്ക് അവൾ മറുപടി പറയാണ്, അവൾ യേശുവിനെ മനസ്സിലാക്കാനായിട്ട് തോന്നുന്നു. പറഞ്ഞു, അങ്ങ് ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതുവരെ യേശുവിനെ ഒരു യഹൂദനായി കണ്ടു, യഹൂദ ആചാരങ്ങൾ ലംഘിക്കുന്നവനായി കണ്ടു. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴും നിൻ്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞ വഴിക്ക് അവൾ പറഞ്ഞു, അങ്ങ് ഒരു പ്രവാചകനാണ് ഞാൻ മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ ആത്മീയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി, എന്നാൽ യഥാർത്ഥമായ ആരാധന സ്ഥലം ജെറുസലേമാണെന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞാൽ, ജെറുസലേം യഹൂദന്മാരും സമരിയാക്കാരും തമ്മിലുള്ള ആത്മീയമായ ചിന്തകളിലുള്ള വ്യത്യസ്തത അവൾ യേശുവിനെ പഠിപ്പിക്കാൻ പോകുന്നതാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ യേശുവിനെ ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി വെള്ളം ചോദിച്ചു വരുന്ന ഒരു സാധാരണക്കാരനായ അലഞ്ഞു തിരിയുന്ന പരദേശിയായി കാണുന്നതിന് പകരം യേശുവിനെ പ്രവാചകനായി മനസ്സിലാക്കുന്നു. 2, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി. ഗെരസീൻ മലയെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞത്, സമരിയയിലുള്ള. എന്നാൽ യഥാർത്ഥമായ ആരാധന സ്ഥലം ജെറുസലേമാണെന്ന് നിങ്ങൾ പറയുന്നു. ജെറുസലേമിലാണ് ജെറുസലേം ദേവാലയം ഉള്ളത്, ആ ദേവാലയത്തിലാണ് ആരാധന നടത്തുന്നത് നിങ്ങൾ പറയുന്നു. യേശു പറഞ്ഞു, സ്ത്രീയെ എന്നെ വിശ്വസിക്കുക, ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരും. അപ്പോൾ പറയുന്നത് എന്താണ്?
ഇപ്പോൾ സമയം വ്യത്യാസം വരുന്നത് ഇനി ഈ മലയിലോ ജെറുസലേമിലോ ഒന്നുമല്ല ആരാധന നടത്തുന്നത്. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കും, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്നിട്ട് യേശു വലിയ പ്രബോധനം വീണ്ടും കൊടുക്കുകയാണ്. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, അതായത് സമാരിയക്കാരായിട്ടുള്ള ആളുകൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, യഹൂദന്മാർ അറിയുന്നതിനെ ആരാധിക്കുന്നു. അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ത്രിയേക ദൈവത്തിൻ്റെ കോൺസെപ്റ്റ് 5 പഴയ നിയമഗ്രന്ഥങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന സമരിയക്കാർക്ക് അറിയുന്നില്ല. അതുകൊണ്ട് പറയുന്നു, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, യഹൂദന്മാർ അറിയുന്നതിനെ ആരാധിക്കുന്നു. രക്ഷ യഹൂദരിൽ നിന്നാണ്. യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അതിപ്പോൾ തന്നെയാണ്. എന്നിട്ട് പറഞ്ഞു, യഥാർത്ഥ ആരാധകർ പിതാവായ ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്ന് സമരിയക്കാരോട് പറയാണ്. യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. വചനമാണ് സത്യം. ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അവബോധത്തിൻ്റെ കുറവ് സമരിയക്കാർക്ക് ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞു, യഥാർത്ഥ ആരാധകർ സത്യത്തിലും ആത്മാവിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അറിഞ്ഞു കഴിയുമ്പോൾ ഇത് സംഭവിക്കും. അല്ല, അതിപ്പോൾ തന്നെയാണ്. അത് കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞതിനെ തിരുത്തി, ഇപ്പോൾ തന്നെയാണ് ഈ ആരാധിക്കേണ്ട സമയം. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉള്ള ആരാധകരെയാണ് പിതാവായ ദൈവം അന്വേഷിക്കുന്നത്. ദൈവം ആത്മാവാണ്. അത് കഴിഞ്ഞൊരു വലിയൊരു ആത്മീയ സത്യം പറയുന്നതാണ്, ദൈവം ആത്മാവാണ്. സമരിയക്കാർക്ക് പരിശുദ്ധാത്മാവിലുള്ള പരിപൂർണമായ ബോധ്യം ഇല്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ പറഞ്ഞത് ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. അപ്പോൾ വീണ്ടും എടുത്തു പറയണം, ആത്മാവിലും സത്യത്തിലുമാണ് ആരാധന. അല്ലെങ്കിൽ സത്യമെന്ന് പറഞ്ഞാൽ ദൈവവചനമാണ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിലും ദൈവവചനത്തിലാണ് ആരാധന നടക്കുന്നത്. ആ സ്ത്രീ പറഞ്ഞു, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം, അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. അപ്പോൾ ക്രിസ്തു വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കുമെന്നും അറിയാം. അപ്പോൾ ആദ്യം യേശുവിനെ ഒരു വഴിയെ അലഞ്ഞു തിരിയുന്ന ഒരു പരദേശിയായിട്ട് കാണുന്നു. രണ്ടാമത് ഒരു പ്രവാചകനായി കാണുന്നു. ആ പ്രവാചകൻ എന്ന നിലയിൽ ആത്മീയ സംഭാഷണം നടന്നതിന് ശേഷം അവൾ പറയുന്നു, ക്രിസ്തു വരുമെന്ന് എനിക്ക് അറിയാം എന്ന് പറഞ്ഞാൽ ആത്മീയ കാര്യങ്ങളിൽ പ്രവചനങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സംഖ്യാപ്രവചന പുസ്തകത്തിൽ ബാലാം പറയുന്ന, അല്ലെങ്കിൽ മോശ പറയുന്ന, ദാവീദ് പറയുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ഈ സഹോദരിക്ക് ഉണ്ടായിരുന്നു. നമ്മളൊന്ന് ചിന്തിക്കുന്നത്, ഈ കാലഘട്ടത്തിൽ പോലും ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർക്ക് എത്ര പേർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ സുവിശേഷം വായിക്കാൻ താല്പര്യം കാണിക്കുന്ന ആളുകൾ, സുവിശേഷം പഠിക്കാൻ താല്പര്യം കാണിക്കുന്ന ആളുകൾ, വചനം ക്രിസ്തുവാണെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഒരു വാക്ക് പോലും വായിക്കാത്ത ആളുകൾ, അങ്ങനത്തെ ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വചനം വായിക്കുവാനുള്ള ഒരു ജിജ്ഞാസയും വചനം പഠിക്കാനുള്ള ഒരു താല്പര്യം ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ സ്ത്രീ പറഞ്ഞു, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം, അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ യഥാർത്ഥ കാര്യങ്ങളൊന്നും ഞങ്ങളെ അറിയിക്കുവാൻ ആരുമില്ല. യഹൂദന്മാരായിട്ടുള്ള ആളുകൾ ആത്മീയസത്യം ഞങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നു. പക്ഷെ ക്രിസ്തു വരുന്ന സമയത്ത് ഇത് ഞങ്ങളെ അറിയിക്കുമെന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന, ഞാൻ തന്നെയാണ് അവൻ, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ക്രിസ്തു. ക്രിസ്തു ആദ്യമായിട്ട് ഞാൻ തന്നെയാണ് ക്രിസ്തു എന്ന് ഒരാളോട് വെളിപ്പെടുത്തുന്നത് ഈ സമരിയക്കാരി സ്ത്രീയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ആത്മീയമായ ആർജവം അവൾക്കുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് ക്രിസ്തു തന്നെ വെളിപ്പെടുത്തുന്നത്. ഞാനിത് എടുത്തു പറഞ്ഞത്, യേശുവിൻ്റെ സ്നേഹിതരായിട്ടുള്ള ലാസർ, മാർത്ത, മറിയം, യേശുവിനോടൊപ്പം നടക്കുന്ന അപ്പസ്തലന്മാർ, ഇവർക്ക് ആർക്കും യേശുവിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. വളരെ വൈകിയാണ് പത്രോസ് പോലും പറയുന്നത്, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുവാണെന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറയുന്നുണ്ട്, ജഡമാംസ രക്തങ്ങളല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്, ദൈവമാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നതെന്ന്. അപ്പോൾ യേശുവിൻ്റെ മരണത്തിന് മുൻപ് ഈ ക്രിസ്തുവാണ് യേശു മിശിഹ രക്ഷകൻ എന്ന തിരിച്ചറിവ് വളരെ കുറച്ച് ആളുകൾക്കാണ് ഉണ്ടായിരുന്നത്. സ്നാപയോനാനും പത്രോസിനും ഈ സമരിയക്കാരി സ്ത്രീക്കും പരിശുദ്ധ കന്യാമറിയം ഇങ്ങനെ വിരലിലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രമാണ് പരിപൂർണമായ ഈ ബോധ്യതലത്തിൽ ഉണ്ടായിരുന്നത്. യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. ഇത്തരം പറഞ്ഞു കഴിയുമ്പോൾ ശിഷ്യന്മാർ തിരിച്ചെത്തി. 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആ സ്ത്രീ ആകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങളല്ല എന്നോട് പറഞ്ഞൊരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ, ഇവൻ തന്നെ ആയിരിക്കുമോ ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശിഷ്യന്മാർ വന്ന സമയത്ത് വെള്ളം കോരാൻ വന്ന പെൺകുട്ടി വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന കയറും അല്ലെങ്കിൽ പാത്രവും കുടമൊക്കെ അവിടെ വെച്ചിട്ട് തൻ്റെ ഗ്രാമത്തിലേക്ക് ചെല്ലുന്നു. ചെന്ന് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താണ്,
ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്നോട് പറഞ്ഞ ഒരുവനെ നിങ്ങൾ വന്ന് കാണുവിൻ, ഇവനായിരിക്കുമോ ക്രിസ്തു? അതായത് ക്രിസ്തു വന്ന എല്ലാ കാര്യങ്ങളും അറിയിക്കുമെന്നൊരു അവബോധമുണ്ട്. അതുകൊണ്ട് അവർ ക്രിസ്തുവിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇവനാണോ ക്രിസ്തു എന്ന് നിങ്ങളും കൂടെ വന്ന് ഒന്ന് സംശയം ക്ലാരിഫൈ എന്ന് പറഞ്ഞു. അവർ പെട്ടെന്ന് പുറപ്പെട്ട് അവൻ്റെ അടുത്ത് വന്നു. ഇത് കേട്ട വഴിക്ക് സിക്കാർ പട്ടണത്തിൽ താമസിക്കുന്ന ആൾ മുഴുവൻ ക്രിസ്തുവിനെ കാണാൻ കിണറ്റിൻകരയിലേക്ക് എത്തുന്നു. തത്സമയം ശിഷ്യന്മാർ അവനോട്, റബി ഭക്ഷണം കഴിച്ചാൽ. അപ്പോൾ ഈ ആളുകളൊക്കെ വരുന്നതിന് മുൻപ് ശിഷ്യന്മാർ ഭക്ഷണമൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറയുന്നു. ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്ത് ക്രിസ്തു മറ്റൊരു കാര്യം പറഞ്ഞു. എന്താണ്? എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുക, അവൻ്റെ ജോലി പൂർത്തിയാക്കുമാണ് എൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായ ഭക്ഷണത്തെക്കുറിച്ച് മാത്രമല്ല, പിതാവായ ദൈവം എന്നെ ഏൽപ്പിച്ച ചുമതല സുവിശേഷം അറിയിക്കുക, അതാണ് എൻ്റെ ചുമതല. അതുകൊണ്ട് ആ ചുമതല നിർവഹിക്കുകയാണ് എൻ്റെ ഭക്ഷണം. അത് കഴിക്കുമ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചതിന് തുല്യമാണ്. ഇത് കഴിഞ്ഞിട്ട് ശിഷ്യന്മാർക്കൊരു പ്രബോധനം കൊടുക്കുന്നു. 4 മാസം കഴിയുമ്പോൾ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ? എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുക, ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു. കൊയ്യുന്നവന് കൂലി കിട്ടുകയും നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കുന്നു. ഇത്തരം എത്തിയ സമയത്ത് വിളവെടുപ്പിന് സമയമായി, നിങ്ങൾ കണ്ണുകളെ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണ്? കൊയ്ത്തിന് പാകമായിരിക്കുന്നു. കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, കൊയ്ത്തിൻ്റെ സമയമായി, പാടം വിളഞ്ഞു കിടക്കുന്നു, എന്നാൽ കൊയ്യുവാനായിട്ട് ആളില്ല, അല്ലെങ്കിൽ സുവിശേഷ വേല ചെയ്യുവാൻ ആളില്ല. സുവിശേഷം പ്രസംഗിക്കുവാൻ, അതുവഴി ജനത്തിനെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ, മാനസാന്തരത്തിലേക്ക് കടന്നു വന്ന ജനത്തിനെ സഭയിലേക്ക് കൂട്ടിച്ചേർക്കാൻ, പ്രവർത്തിക്കാൻ ആളുകളില്ല എന്നൊരു സന്ദേശം നൽകുന്നു. നിത്യജീവിതത്തേക്ക് ഫലം ശേഖരിക്കുവാൻ, ഇപ്പോൾ സുവിശേഷ വേല ചെയ്യുന്ന ആളുകൾ നിത്യജീവിതത്തിലേക്കുള്ള ഫലം ശേഖരണമാണ് സംഭവിക്കുന്നത്. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശരി ഞാൻ നിങ്ങളെ അയച്ചു, മറ്റുള്ളവരാണ് അധ്വാനിച്ചവരുടെ അധ്വാനത്തിൻ്റെ ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, വിതയ്ക്കുകയും ചെടി നട്ട് പിടിപ്പിക്കുകയും വളം കൊടുക്കുകയും വെള്ളം ഒഴിക്കുകയും ചെയ്തിട്ടാണ് കൊയ്ത്തിന് പോയത്. പക്ഷെ നിങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളെന്താണ് ചെയ്യുന്നത്? അധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾ പ്രവേശിച്ചിരിക്കും. ഇനി 39 വരുന്ന സമയത്ത് വീണ്ടും അപ്പോൾ ശിഷ്യന്മാർക്ക് സുവിശേഷ വേലയെക്കുറിച്ചുള്ള സ്റ്റഡി ക്ലാസ്സൊക്കെ കൊടുത്തതിന് ശേഷം ഒരു കമ്പാരിസൺ നടത്തുകയാണ്. ഒരു സ്ത്രീ ഈ സുവിശേഷമൊന്നും അപ്പസ്തലന്മാരെ പോലെ കേൾക്കുന്നില്ല എങ്കിൽ പോലും അവൾ ചെയ്യുന്ന പ്രവൃത്തി പോലെ, ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിൻ്റെ സമരക്കാരിൽ അനേകം പേർ അവനിൽ വിശ്വസിച്ചു. ഈ സ്ത്രീ ഒരു സാക്ഷ്യം പറയാണ്. എന്താണ് സാക്ഷ്യം? ഞാൻ ചെയ്ത കാര്യം എന്നോട് പറഞ്ഞവനെ ഞാൻ കണ്ടു, അവനിൽ വിശ്വസിക്കുവിൻ എന്നവൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ, എനിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ള എൻ്റെ ഭർത്താവല്ലെന്നും എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നോട് സംസാരിച്ച ഒരുവനെ ഞാൻ കണ്ടു, നിങ്ങൾ വിശ്വസിക്കും. ആ സ്ത്രീയുടെ സാക്ഷി മൂലം പട്ടണം സമരക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. അവിടെ ഉണ്ടായിരുന്ന അനേകം പേർ വിശ്വസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ ഏകദേശം 3 വർഷം നടക്കുന്നു. ആ 3 വർഷം നടക്കുന്നിട്ട് പോലും അവർക്ക് അധികം ആളുകളെ ശിഷ്യത്വത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കഴിയുന്നില്ല. പക്ഷേ യേശു 5 മിനിറ്റ് സംസാരിച്ച ഈ സ്ത്രീ പോയി നിരവധി ആളുകളെ യേശുവിൽ വിശ്വസിക്കുന്നവരാക്കി മാറ്റുന്നു. അല്ലെങ്കിൽ സുവിശേഷ വേലയുടെ ഏറ്റവും നല്ല ഉത്തമമായ മാതൃക സ്വന്തം സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ചെയ്യുന്നു. ആ സമരക്കാരൻ്റെ അടുത്തും തങ്ങളോട് വസിക്കണമെന്ന് എന്നോട് അപേക്ഷിക്കാൻ 2 ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമരക്കാരായിട്ടുള്ള ആളുകൾ യേശുവിൻ്റെ അടുത്ത് വന്ന് പറയുന്നു, ഞങ്ങളുടെ കൂടെ 2 ദിവസം വന്ന് താമസിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. കാരണം വന്ന് താമസിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ രഹസ്യങ്ങൾ ക്രിസ്തു വരുമെന്ന് അവർക്കറിയാം. ഈ ക്രിസ്തു പറയുന്ന ആത്മീയ രഹസ്യങ്ങൾ ആ മലയിലുമല്ല ഈ മലയിലുമല്ല ആരാധിക്കേണ്ടത്, സത്യത്തിലും ആത്മാവിലുമാണ് ആരാധിക്കുന്നത്. എന്താണ് സത്യം, എന്താണ് വചനം, എന്താണ് ആത്മാവ്, എന്താണ് ആത്മാവിലുള്ള ആരാധന എന്ന് അവരെ പഠിപ്പിക്കാൻ അവരോടൊപ്പം 2 ദിവസം താമസിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അവൻ്റെ വചനം ശ്രവിച്ച് മറ്റ് പലരും അവനിൽ വിശ്വസിച്ചു. അപ്പോൾ ഇവളുടെ സാക്ഷ്യം കേട്ട് നിറയെ ആളുകൾ യേശുവിൽ വിശ്വസിച്ചു. പക്ഷേ യേശുവിൻ്റെ വചനം കേട്ട് ഈ 2 ദിവസം അവിടെ താമസിച്ച് അവരെ പഠിപ്പിച്ചപ്പോൾ നിരവധി ആളുകൾ അവനിൽ വിശ്വസിച്ചു. അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നു നിൻ്റെ വാക്കുമൂലം, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് ലോകത്തിൻ്റെ രക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ സമയത്ത് 2 ദിവസം കഴിഞ്ഞ സമയത്ത് ഇവർ വന്നിട്ട് സ്ത്രീയോട് പറഞ്ഞു, ഞങ്ങളിപ്പോൾ വിശ്വസിക്കുന്നത് നിൻ്റെ സാക്ഷ്യം മാത്രം കേട്ടിട്ടല്ല, കാരണം എന്താണ്? ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവരാണ് യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ രക്ഷയെന്ന് മനസ്സിലാക്കുകയും ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമ്മളൊരു സുവിശേഷ വേലയുടെ ഒരു ക്രമം കൂടിയാണ്. ഇപ്പോൾ ചില ആളുകൾ രോഗം ബാധിക്കുന്നു, ആ രോഗസൗഖ്യം കിട്ടുന്നു, ആ രോഗസൗഖ്യം കിട്ടിക്കഴിയുമ്പോൾ അവർ ആ സാക്ഷ്യപ്പെടുത്തുന്നു. അത് കേട്ടിട്ട് പല ആളുകളും പ്രാർത്ഥനാ ശുശ്രൂഷകളിലേക്ക്, രോഗശാന്തി ശുശ്രൂഷകളിലേക്കൊക്കെ കടന്നു വരാറുണ്ട്. അപ്പോൾ ആ സൗഖ്യം കിട്ടിയ ആളുകളുടെ സാക്ഷ്യം കണ്ടിട്ടാണ് പലപ്പോഴും ആളുകൾ വിശ്വാസത്തിലേക്ക് തുടക്കത്തിലൊക്കെ കടന്നു വരുന്നത്.
കുറച്ച് കഴിയുമ്പോൾ ഇവിടെ പറയുന്നതാണ്, ഞങ്ങൾ നേരിട്ട് ശ്രവിക്കുകയും അല്ലെങ്കിൽ യേശുവിൻ്റെ പ്രബോധനം ഞങ്ങൾ നേരിട്ട് കേൾക്കുന്നു. ഏതെങ്കിലും വചന പ്രഘോഷകരിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ ദൈവസ്വരമായിട്ടോ കേൾക്കുന്നു. ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ലോകത്തിൻ്റെ രക്ഷകൻ യേശുവാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എൻ്റെ സാക്ഷ്യം കൊണ്ട് മാത്രമല്ല. അതായത് തുടക്കത്തിൽ സാക്ഷ്യം കേട്ടിട്ടാണ് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. പിന്നീട് യേശുവിൻ്റെ പ്രബോധനം കേൾക്കുന്നു. ആ പ്രബോധനം കേട്ടപ്പോൾ എന്താണ് മനസ്സിലാക്കിയത്? ലോകരക്ഷകൻ യേശുവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഇവനിൽ വിശ്വസിക്കുന്നു. സ്നാപകയോഹന്നാൻ യേശുവിൻ്റെ ജ്ഞാനസ്നാന വേളയിൽ പറയുന്നത് ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ് പറയുന്നത്. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുന്ന സമയത്ത് സ്നാപകയോഹന്നാന് വരാൻ പോകുന്ന രക്ഷകൻ ഈശോ ആണെന്ന് അറിയാം. അപ്പോൾ സ്നാപകയോഹന്നാൻ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു. ഇവിടെ യേശു ലോകരക്ഷകനാണെന്ന് അപ്പോസ്തലന്മാരിൽ പോലും പത്രോസിന് മാത്രമാണ് ബോധ്യമായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ദേശത്തുള്ള ആളുകൾ മുഴുവൻ യേശുവാണ് ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ വലിയൊരു സുവിശേഷ വേല നടക്കുന്നു. ഒരു ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ ക്രിസ്തീയ മൂല്യങ്ങളിലേക്ക് ജനത്തെ നയിച്ചുകൊണ്ട് യേശു നൽകുന്ന രക്ഷ, യേശു നൽകുന്ന സൗഖ്യം, യേശു നൽകുന്ന വിടുതൽ, യേശു നൽകുന്ന പാപമോചനം, ഇതിനെക്കുറിച്ചൊക്കെ ആ ജനത്തിന് ബോധ്യം നൽകി ക്രിസ്തുവിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ചുമതല ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോരുത്തർക്കും ചുമതലയുണ്ട്. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്ന സമയം നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അപ്പോൾ ഇത് യേശുനാഥൻ നൽകുന്ന ഒരു കൽപ്പനയാണ്. ഈ കൽപ്പന അനുസരിച്ച് പോകുന്ന സമയത്ത് ജനം വചനം ശ്രവിക്കുകയും യേശു ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. യേശു ലോകരക്ഷകനാണ്, അല്ലെങ്കിൽ യഹൂദരുടെ മാത്രം രക്ഷകനല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജാതിയിൽപ്പെട്ടോ അർദ്ധ യഹൂദൻ്റെ രക്ഷകനല്ല. ലോകത്തിലുള്ള സർവ്വവിധ ജാതികളിലും മതങ്ങളിലും പെട്ട ആളുകളുടെ രക്ഷകനാണ് യേശു ക്രിസ്തു എന്ന ആത്മീയ സത്യം മനസ്സിലാക്കി യേശുവിനെ നാഥൻ രക്ഷകന്മാർ ഹൃദയത്തിൽ സ്വീകരിക്കും, അതരം കൊണ്ട് ഏറ്റു പറയും, രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയാവുകയും വേണം. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ യേശു സമരിയക്കാരെ കണ്ടുമുട്ടുന്നു. സമരിയക്കാരുമായി ജീവജലത്തെക്കുറിച്ച് പറയുന്നു. നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയെക്കുറിച്ച് പറയുന്നു. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങളിലൂടെ യേശു സംസാരിക്കുന്നു. ജീവജലം എന്ന പ്രതീകം ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തുന്നു. ആത്മാവിലും സത്യത്തിലുള്ള ആരാധനയെക്കുറിച്ച് പറയുന്നു. വചനമാകുന്ന സത്യത്തെക്കുറിച്ച് പറയുന്നു. സാക്ഷ്യം കേട്ട വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ജനത്തിന് യേശുവിനെ കണ്ടുമുട്ടുന്നു. യേശുവിനെ കണ്ടുമുട്ടുകയും യേശുവിൽ നിന്ന് നേരിട്ട് വചനം കേൾക്കുകയും യേശു ലോകരക്ഷകനാണെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശു ലോകരക്ഷകനാണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കുന്നതിന്. പൂർണ്ണമായ ദൈവം, പൂർണ്ണമായ മനുഷ്യൻ. യേശു ദൈവപുത്രനാണ്, മനുഷ്യപുത്രനാണ്. യേശു ലോകരക്ഷകനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സർവശക്തനായ ദൈവത്തെ, സർവജ്ഞാനിയായ ദൈവത്തെ, സർവവ്യാപിയായ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് നിത്യജീവനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകളെല്ലാം യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് ദൈവമേ, ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയുകയും ചെയ്യുന്നു. ആമേൻ.